ഭാവിയെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആവർത്തനം 29:29 മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാകുന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാണ്, എന്നാൽ വെളിപ്പെട്ട് തന്നിരിക്കുന്നവയോ നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാകുന്നു. വേദപുസ്തകം എത്ര കൃത്യമായിട്ടാണ് പ്രവചനങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വിശദീകരണം നൽകുന്നത്. വെളിപ്പെടുത്തപ്പെട്ട് തന്നിരിക്കുന്ന പ്രവചനങ്ങൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമുള്ളതാണ്. നമ്മുടെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കാനും ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്നും വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 2500 വർഷങ്ങൾക്ക് മുൻപ് ഒരു പുരാതന അവിശ്വാസിയായ രാജാവിന് ഒരു ദിവസം ദൈവം സംസാരിച്ചു. ലോകത്തിൻ്റെ ഭാവി എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതിലൂടെ ഇന്ന് ലോകത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നാം കണ്ടെത്തുന്നു. ക്രിസ്തുവിനും 600 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ബാബിലോണിൽ ഒരു രാജ്യമുണ്ടായിരുന്നു. ബാബിലോൺ, അതിൻ്റെ രാജാവ് നെബുക്കദ്നേസർ. അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തിൽ അദ്ദേഹം വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം ഉണ്ടായി. പിന്നീട് അദ്ദേഹം സ്വപ്നം മറന്നു പോവുകയും ചെയ്തു. അസാധാരണമായി ദൈവം കാണിച്ചു കൊടുത്ത ഈ സ്വപ്നം അടുത്ത ലോകത്തിൻ്റെ ചരിത്രമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആയിരുന്നു. ദാനിയേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം. നെബുക്കദ്നേസറിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ അദ്ദേഹം സ്വപ്നം കണ്ടു. അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. ഉറക്കമില്ലാതെ രാജാവ് അത്യന്തം വ്യസനിച്ചു. അവൻ തൻ്റെ ജ്ഞാനികളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഞാൻ രാത്രി കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും ഞങ്ങൾ അർത്ഥം ബോധിപ്പിക്കാം. സ്വപ്നം പറഞ്ഞു തരിക, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം എന്ന് ഈ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പണ്ഡിതരും അന്നത്തെ ജ്ഞാനികളും ഒക്കെ പറഞ്ഞു. ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് എനിക്കറിയില്ല. സ്വപ്നം പറവീൻ, എന്നാൽ അർത്ഥം അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്നെനിക്കറിയാം. സ്വപ്നം പറയുകയാണെങ്കിൽ അതിനർത്ഥം വിവരിക്കാൻ നിങ്ങൾക്കറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം. അറിയില്ലെങ്കിൽ അറിയാമെന്ന് ഭാവിക്കരുത്. നിങ്ങൾക്ക് ഭാവി കാണാൻ കഴിയും, ഇപ്പോൾ തന്നെ പറയുക എന്ന് രാജാവ് പറഞ്ഞു. രാജാവിൻ്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല എന്ന് ആ രാജ്യത്തെ പണ്ഡിതന്മാരും മന്ത്രവാദികളും ശകുനവാദികളും ഒക്കെ പറയുകയാണ്. അതേ, ആരുമില്ല. രാജാവ് കിടപ്പറയിൽ കണ്ട സ്വപ്നം വിവരിക്കാൻ യഥാർത്ഥത്തിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. രാജാവിന് ദേഷ്യം വന്നു. ബാബിലോണിലെ ജ്ഞാനികൾ, മന്ത്രവാദികൾ, ആഭിചാരികൾ എല്ലാവരെയും കൊന്നുകളയാൻ രാജാവ് ആജ്ഞാപിച്ചു. ഈ ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ രാജസന്നിധിയിലുണ്ടായിരുന്ന ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കാതിലെത്തി. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനല്ല, അദ്ദേഹം ഒരു മന്ത്രവാദിയോ ആഭിചാരകനോ ഒന്നുമായിരുന്നില്ല. അദ്ദേഹം നേരത്തെ ബാബിലോണിൽ പിടിച്ചുകൊണ്ടുവരപ്പെട്ട ഒരു എബ്രായ യുവാവാണ്. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിന് മറുപടി നൽകാൻ കഴിയുമോ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹം പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ദൈവം സ്വപ്നം വെളിപ്പെടുത്തും. എനിക്കു വേണ്ടി ഞാൻ മടങ്ങി വന്ന്
അങ്ങ് കിടപ്പറയിൽ കണ്ട സ്വപ്നവും അർത്ഥവും പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയും ഉത്തരവും ദൈവം രാത്രി ദർശനത്തിൽ ദൈവം തൻ്റെ ദാസനായ ദാനിയേലിനെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ വ്യാഖ്യാനം വെളിപ്പെടുത്തി. അതായത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം ഭാവി വെളിപ്പെടുത്തി കൊടുക്കും. എൻ്റെ ഭാവി എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, ലോകത്തിൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഭാവി വെളിപ്പെടുത്തി കൊടുക്കും. ഇതാണ് ദാനിയേൽ പ്രാർത്ഥിച്ചു. 2-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചിട്ട് രാജാവിനെ ചെന്ന് കണ്ടു. ഒരു ജ്ഞാനിക്കും സ്വപ്നം വെളിപ്പെടുത്താൻ കഴിയില്ല. ദാനിയേൽ 2:28. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദാനിയേലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഭാവി വിവരിക്കാൻ കഴിയും. ഇനിയും എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിവരിക്കാൻ ദൈവത്തിന് പറ്റും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തിൻ്റെ ഭാവിയെ നമ്മൾ കാണേണ്ടുന്നത്. വേദപുസ്തകത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തിൻ്റെ ഭാവിയെ നമ്മൾ നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വർത്തമാനകാല ചുറ്റുപാടിൻ്റെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. പ്രവചനം കാലത്തിൻ്റെ ഒഴുക്കിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീക്ക്, റോം എന്നു പറയുന്ന ലോക സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും പതനവും ഈ ഒരൊറ്റ സ്വപ്നത്തിലൂടെ ദൈവം മുൻകൂട്ടി നെബൂഖദ്നേസർ രാജാവിന് ദാനിയേൽ പ്രവാചകനിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. യൂറോപ്പിൻ്റെ വിഭജിത രാഷ്ട്രങ്ങൾ, അതിൻ്റെ ധർമ്മങ്ങൾ, ഇങ്ങനെയുള്ള ചരിത്രം മുഴുവൻ ഇതിൽ രേഖപ്പെടുത്തുന്നു. ദാനിയേൽ പറഞ്ഞു: രാജാവേ, നീ ഇത് കണ്ടത് ഇതാണ്. ഒരു വലിയ ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം നിന്റെ സന്നിധിയിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല സ്വർണം കൊണ്ടുള്ളതും നെഞ്ചും കൈയും വെള്ളിയും വയറും തുടയും താമ്രവും അതിൻ്റെ കാലുകൾ ഇരുമ്പും പാദങ്ങൾ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു ബിംബമാണ് സ്വപ്നം കണ്ടത്. ആ ബിംബത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ പ്രതിമയാണ്. അതിൻ്റെ തല സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നെഞ്ചും കൈയും വെള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വയറും തുടയും താമ്രം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ കാല് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പാദം പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ബിംബത്തിൻ്റെ കാൽപാദത്തിലേക്ക് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് അതിൻ്റെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിലിടിച്ചു. അത് ആ ബിംബത്തെ തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും എന്ന പോലെ ഒരുപോലെ ഇതെല്ലാം തകർന്നു പോയി. ഈ പാദത്തിൽ വന്നടിച്ചപ്പോൾ സ്വർണം മുതൽ ഇന്ന് ഇരുമ്പും കളിമണ്ണും ചേർന്നുണ്ടാക്കിയ പാദം വരെയുള്ള ഭാഗങ്ങൾ തകർന്നു. വേനൽക്കാലത്തിൽ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അതിനെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിൽ ഒക്കെയും നിറഞ്ഞു. ആ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല്
വളർന്ന് ഒരു മഹാപർവ്വതമായി നിറഞ്ഞു. നെബൂഖദ്നേസർ രാജാവിൻ്റെ പ്രതികരണങ്ങൾ നമുക്കിന്ന് ഭാവനയിൽ കാണാൻ പറ്റുമോ? ഇത് കേട്ടപ്പം ദാനിയേൽ രാജാവ് വിചാരിച്ചു, ഇയാൾക്ക് എന്തറിയാം, ഇയാൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ ദാനിയേൽ ഈ സ്വപ്നത്തെ വിവരിക്കാൻ തുടങ്ങി. അതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ രാജാവ് മുന്നോട്ടൊന്ന് ചാഞ്ഞിരുന്ന് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, ദാനിയേലേ, നീ പറഞ്ഞതാണ് കേട്ടോ ഞാൻ കണ്ട സ്വപ്നം. ഇത് തന്നെയാണ് ഞാൻ കണ്ടത്. എനിക്കിപ്പോൾ കൃത്യമായ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ കണ്ട സ്വപ്നം ഇതാണ് എന്ന് പറയുകയാണ്. ദാനിയേൽ അയാളോട് ചോദിക്കുന്നു, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന്. ദാനിയേൽ, രാജാവേ, ഇത് തിരുമനസ്സിനെ കൊണ്ട്, അതായത് അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നതാണ്. അതായത് ഈ ബിംബത്തിൻ്റെ സ്വർണം കൊണ്ട് നിർമ്മിച്ച തല അങ്ങ് തന്നെയാണ്. അത് ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. BC 605 മുതൽ ക്രിസ്തുവിന് മുമ്പ് 539 വരെ നെബൂഖദ്നേസർ രാജാവിൻ്റെ വംശം ബാബിലോൺ ഭരിച്ചിരുന്നു. നെബൂഖദ്നേസർ പടുത്തുയർത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമാണ്. അതാണ് ബാബിലോൺ. ദാനിയേൽ 21:32 എന്താണ് സംഭവിക്കുന്നതെന്ന്, അടുത്തത് സംഭവിക്കുന്നതെന്ന് പറയുകയാണ്. അതിൻ്റെ നെഞ്ചും കൈയും വെള്ളി തന്നെ. പ്രവചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണ്ടേ? ദാനിയേൽ 2:39 നോക്കാം. അതായത് ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാബിലോൺ. ബാബിലോണിന് ശേഷം ലോകത്തെ കീഴടക്കിയത് മറ്റൊരു രാജ്യം. അത് മേദ്യരും പേർഷ്യരുമാണ്. ബാബിലോണിനെ ഉന്മൂലനം ചെയ്തു, പൂർണ്ണമായി നശിപ്പിച്ചു. 2:39 തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യം സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്തും ഉത്ഭവിക്കും. അതിനുശേഷം ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നു. ബാബിലോൺ അവസാനിച്ച ശേഷം മറ്റൊരു രാജ്യം അധികാരത്തിലേക്ക് വന്നു. ദാനിയേൽ 5-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിൻ്റെ ചെറുമക്കൾ ആ സംഭവത്തെ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് മേദ്യരും പേർഷ്യരുമാണ് പിന്നീട് വന്ന രാജ്യം. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ബെൽഷസർ തൻ്റെ രാജ്യത്ത് ഒരു വലിയ വിരുന്ന് നടത്തി. അപ്പോൾ ആ വിരുന്നിൽ മദ്യവും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ മദ്യമൊഴുകവേ, സംഗീതം പൊഴിയവേ, സൽക്കാരത്തിൻ്റെ ഇടയിൽ ദൈവം ഇടപെട്ട് ഒരു സൽക്കാരമുറിയുടെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി, മെനെ മെനെ തെക്കേൽ ഒഫർസിൻ. ദൈവം നിങ്ങളെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് നിന്റെ രാജ്യം വിവരിച്ച് മേദ്യർക്കും പാർഷ്യർക്കും നൽകിയിരിക്കുന്നു എന്നാണ്. അതായത് ഈ ബിംബത്തിൻ്റെ നെഞ്ചും കൈയും തോൾ ഒന്നുയർന്നിരിക്കുന്നതായിട്ടും കാണുന്നു. ഇത് വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് മേദ്യരെയും പേർഷ്യരെയും സൂചിപ്പിക്കുന്നു. ബാബിലോണിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുവാണെങ്കിൽ ബൈബിൾ മാത്രമല്ല ഈ കാര്യം പറയുന്നത്. ഏതൊരു നല്ല ചരിത്ര പുസ്തകത്തിൽ നിന്നും ദാനിയേലിൻ്റെ ഈ പ്രവചനം ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് മേദ്യോ പേർഷ്യയുടെ സംയുക്ത സൈന്യാധിപനായിരുന്ന കോരഷ് ബാബിലോൺ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞു. ഈ പ്രവചനം ദാനിയേൽ മാത്രമല്ല, കോരഷ് ജനിക്കുന്നതിന് 150 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അവനെ വിളിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും
കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഈ വാക്യം പോലെ തന്നെ ചരിത്രത്തിൽ സംഭവിച്ചു. അതായത് ബാബിലോൺ നെബൂഖദ്നേസറിൻ്റെ മക്കൾമാരായിരുന്ന ബെൽഷസ്സർ ഈ സൽക്കാരം നടത്തുമ്പോൾ അന്നത്തെ കാലത്ത് കോട്ട കെട്ടിയാണ് സംഭവിക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും തലസ്ഥാന നഗരിക്ക് കോട്ടയുണ്ട്. അപ്പം ഈ കോട്ടയ്ക്ക് അടിയിലൂടെ ചിലപ്പോൾ നദികളും പുഴകളും തോടുകളും ഒക്കെ ഒഴുകും. അതിന് ഒഴുകാൻ സൗകര്യപ്രദമാകുന്ന തരത്തിലാണ് ഈ കോട്ട കെട്ടുക. അപ്പോൾ ഈ ഒരു സൽക്കാരം നടക്കുന്ന സമയത്ത് മേദ്യോ പേർഷ്യ രാജാക്കന്മാർ വന്ന് യൂഫ്രട്ടീസ് നദി, ഈ കോട്ടയ്ക്കുള്ളിലൂടെ പോകുന്ന നദിയുടെ ഭാഗം വറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് പടയാളികൾ ഈ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു. രാജ്യത്തിൻ്റെ കാവൽക്കാരോ ഗോപുരത്തിലിരിക്കുന്നവരോ വാച്ച് ടവറിലിരിക്കുന്നവരോ ആരും ഇത് കണ്ടില്ല. കാരണം രാജ്യം ആഘോഷത്തിമിർപ്പിലായിരുന്നു. ബാബിലോണിൻ്റെ കോട്ട മതിലുകളുടെ കീഴിലൂടെ മേദ്യോ പേർഷ്യരുടെ സൈന്യം പട്ടണത്തിനുള്ളിലേക്ക് കടന്നു. ബൈബിൾ ഒരു സാധാരണ ഗ്രന്ഥമല്ല, ഇത് കൃത്യതയുടെ ഗ്രന്ഥമാണ്. ഇത് ചരിത്ര ഗ്രന്ഥമാണ്. ഇത് ചരിത്രത്തിൽ പറയുന്ന, വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഞാനും നിങ്ങളും ദൈവവചനം പറയുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ തുറക്കുന്നത്. അതിൻ്റെ പ്രവചനങ്ങൾ സത്യമാണ്. മേദ്യോ പേർഷ്യ രാജ്യം ബാബിലോണിനെ ഇത്തരത്തിൽ തകർത്തു. അടുത്തതായി ബിംബത്തിൻ്റെ താമ്രം കൊണ്ട് നിർമ്മിച്ച വയറും തുടകളും ചിത്രീകരിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഉയർന്നു വന്നു. അത് ദാനിയേൽ 2:39 നമുക്ക് കാണുക. സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്ന താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യം ഉത്ഭവിക്കും എന്ന് പറയുന്നു. അതായത് മേദ്യോ പേർഷ്യർക്ക് ശേഷം ലോകത്തെ ഭരിച്ചിരുന്ന സാമ്രാജ്യം മഹാനായ അലക്സാണ്ടറിൻ്റെ താണ്. സൈന്യത്തിൻ്റെ പടച്ചട്ടകളും പടക്കോപ്പുകളും താമ്രം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ. വെങ്കലം കൊണ്ടുള്ള ശിരോകവചങ്ങൾ, വെങ്കല പരിചകൾ, കൈവാളുകൾ ഇവയൊക്കെ ഗ്രീക്ക് സൈന്യം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വപ്നത്തിൽ ഗ്രീക്കിനെ വെങ്കലം കൊണ്ട് ഉപമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടയാളമായിരുന്നു വെങ്കലം. അപ്പോൾ ബാബിലോൺ, മേദ്യോ പേർഷ്യ, ഗ്രീക്ക് എന്ന് പറയുന്ന ഈ രാജ്യം ലോകം മുഴുവൻ ഭരിക്കുമോ? യവന രാജാവായ അലക്സാണ്ടർ ഏകദേശം സിന്ധു നദീതടം വരെ വരികയും 21 വയസ്സിൽ മരണപ്പെടുകയുമാണ് ചെയ്തത്. ദാനിയേൽ 2:40 പിന്നീട് ഗ്രീക്കിന് ശേഷം തുടർന്നു വരുന്ന രാജ്യം ഏതാണെന്ന് പറയുന്നു. അത് ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ചരിത്രകാരനായ എഡ്വേർഡ് ഗിബൺ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയോ ബൈബിൾ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല, എങ്കിലും റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെയും അദ്ദേഹം എഴുതി. സ്വർണബിംബത്തിലെ പൊന്ന്, വെള്ളി, താമ്രം എന്നിവയുടെ രൂപങ്ങൾ ആയ രാജ്യങ്ങൾ ആ രാഷ്ട്രങ്ങളെയും അവരുടെ രാജാക്കന്മാരെയും പ്രതിനിധീകരിച്ചു. എന്നാൽ റോമിൻ്റെ ഇരുമ്പ് വാഴ്ച അവയെ വിജയകരമായി തകർത്തു എന്ന് പറയുകയാണ്. അതായത് ബാബിലോൺ, മേദ്യോ പേർഷ്യ, യവന സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ, അതിനുശേഷം ലോകത്തെ ഭരിച്ചത് റോമ സാമ്രാജ്യമാണ്. 168 BC മുതൽ 476 AD വരെ റോം ലോകത്തെ നിയന്ത്രിച്ചു. റോമിൻ്റെ കാലത്താണ് യേശു ബത്ലഹേമിൽ ജനിച്ചത്. യോസഫും മറിയയും പലായനം ചെയ്തത് ഈജിപ്തിലേക്ക് പോയതും ഈ റോമ സാമ്രാജ്യത്തിൽ നിന്നാണ്. പ്രതാപിയായ റോമൻ ഗവർണറാണ് യേശുവിനെ പിടിച്ചതും ഈ റോമൻ പടയാളികളാണ് അവനെ കുരിശിലേറ്റിക്കൊന്നതും. ബ്രിട്ടീഷ് ദ്വീപുകൾ മുതൽ പേർഷ്യൻ ഗൾഫിലേക്ക് വരെ 500 വർഷത്തിലേറെ
റോമിൻ്റെ പതാക അജയ്യമായി പാറിക്കൊണ്ടിരുന്നു. എത്ര 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 ശക്തിമത്തായിരുന്ന രാജ്യമായിരുന്നു. വടക്കൻ കടൽ മുതൽ സഹാറ മരുഭൂമി വരെ, അറ്റ്ലാന്റിക് മുതൽ യൂഫ്രട്ടീസും അതിനപ്പുറവും വ്യാപിച്ചിരുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തെ പറ്റിയുള്ള ബൈബിൾ പ്രവചനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദാനിയേൽ 2:41 ഇങ്ങനെ വായിക്കുന്നു: കാലും പാതി വിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യമായിരിക്കും. ഇങ്ങനെ അതിശക്തനായ റോമാ സാമ്രാജ്യത്തിന് ശേഷം റോമാ സാമ്രാജ്യത്തിന് ഒരു പരിവർത്തനം സംഭവിക്കുന്നു. അതൊരു വിഭജിത രാജ്യമായി മാറുകയാണ്. മറ്റൊരു ലോക സാമ്രാജ്യം റോമിനെ പിന്തുടർന്ന് വന്നില്ല. അതായത് ബാബിലോൺ പോലെ, ബാബിലോണിന് ശേഷം മേദ്യോ പേർഷ്യ വന്നതുപോലെ, മേദ്യോ പേർഷ്യയ്ക്ക് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം വന്നതുപോലെ ഈ റോമാ സാമ്രാജ്യത്തിന് ശേഷം മറ്റൊരു ഏകഛത്രാധിപതി ഉണ്ടായില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങൾ റോമാ സാമ്രാജ്യത്തിൻ്റെ വിഭജനത്തെയാണ് സൂചിപ്പിക്കുന്നത്. യൂറോപ്പിനെ പറ്റിയുള്ള ബൈബിൾ പ്രവചനം പോലെ റോമാ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ ബാർബേറിയൻ ഗോത്രക്കാർ ആക്രമണം നടത്തുകയും അവരുടെ തുടർച്ചയായ ആക്രമണങ്ങളിൽ ബൈബിൾ പ്രവചനം നിറവേറി റോമാ സാമ്രാജ്യം പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ തുടർന്നും ചിന്തിക്കുന്നതാണ്. എന്തായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്: ലോകത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ലോകത്തിൽ ചരിത്രമായി നമ്മൾ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികൾക്കറിയാം, ചരിത്ര പുസ്തകങ്ങളിൽ അവർ പഠിച്ച കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ ഭാവി എന്താണെന്നറിയാൻ, വിശ്വസനീയമായ ഒരു കാര്യം ഭാവിയെക്കുറിച്ച് നമുക്ക് കിട്ടുമോ എന്നറിയാൻ, ലോകത്തിൻ്റെ ആശങ്കയും പരിഭ്രമവും അവസാനിപ്പിക്കാൻ, പ്രത്യാശയും സമാധാനവും നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഈ പഠനത്തിലേക്ക് മടങ്ങി വരണം. അത് നമ്മളെ ശോഭയുള്ള ഭാവിയിലേക്ക് നടത്തും. അതിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വേദപുസ്തകം വിവരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം അതിനു വേണ്ടി സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ഈ സന്ദേശത്തിൻ്റെ തുടർഭാഗം കേൾക്കുവാനായി നിങ്ങൾ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ എവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.